പാലാ മരിയ സദനത്തിൽ മരിയ സദനം ജനകീയ കൂട്ടായ്മ നടന്നു. നിലവിൽ മരിയ സദനത്തിലും അനുബന്ധ സ്ഥാപനങ്ങളിലുമായി 540-ലേറെ ആളുകൾ വസിക്കുന്നു. ദിനംതോറും സ്ഥാപനത്തിൽ എത്തിച്ചേരുന്ന രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനയാണ് മരിയ സദനം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം. ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി സർക്കാർ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അതിന് പരിഹാരം കാണുന്നതിനാണ് യോഗം ചേർന്നത്. ഫ്രാൻസിസ് ജോർജ് MP യോഗം ഉദ്ഘാടനം ചെയ്തു. മരിയ സദനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് ജനപ്രതിനിധികളും മരിയ സദനം അനുഭാവികളും ഡയറക്ടർ സന്തോഷും ചേർന്ന് ഒരു യോഗം വിളിച്ചു ചേർത്തത്. യോഗം ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. അത് വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ പോകണം. പാതി വഴി ഉഴപ്പി മാറാനൊന്നും പറ്റില്ല. അതിനൊരു കോർ കമ്മിറ്റി ഉണ്ടാക്കുക. സന്തോഷം അറിയാനുള്ള ആർക്കും വേണമെങ്കിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കുക. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ ചിട്ടയായി ഭംഗിയായി കൊണ്ടുപോകുന്നത്. ഈ സ്ഥാപനം ഇവിടെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതുപോലെ ഇത് വലിയൊരു ജീവകാരുണ്യ കേന്ദ്രമാണ്. ഇതൊരു കാരണവശാലും നിന്നു പോകാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും അതിനൊരു ഇടവരുത്തരുത്. നമ്മളൊക്കെ ഇത്ര ഇവിടെ ഉള്ളപ്പോൾ ഇങ്ങനൊരു സ്ഥാപനത്തിന് ഒരു ബുദ്ധിമുട്ട് വന്ന് അവസാനം അതൊന്നുമല്ല എന്നുള്ളൊരു നിലയിലേക്ക് പോകുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പം നമുക്ക് ചെയ്യാൻ കഴിയാത്ത, വ്യക്തിപരമായിട്ടോ കുടുംബപരമായിട്ടോ ചെയ്യാൻ കഴിയാത്ത വലിയൊരു കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം അതിന് നമ്മളിന്നും നമുക്ക് സമൂഹത്തിനൊരു കടപ്പാടുണ്ട് ഈ സ്ഥാപനത്തോട്. ആ കടപ്പാട് നമ്മളതിൻ്റെ സമയത്താണ് ആ കടപ്പാട് കാണിക്കുന്നത്. ഏതെങ്കിലും ഉണ്ടായില്ല. അപ്പം ഇത് ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വന്നിട്ട് പിന്നെ ഏതോ ഉദ്യോഗസ്ഥർ വന്നു എന്തോ റിപ്പോർട്ട് എഴുതി എന്നൊക്കെ ഉള്ളത് പ്രശ്നമില്ലാതെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന വിഷയമുള്ളൂ. നമുക്ക് അധികൃതരോട് പറയാമല്ലോ, അല്ലെങ്കിൽ അവർക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് നേരിട്ട് കാണാമല്ലോ. അനാഥരായ മനോരോഗികളായ ആളുകളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ 1998 സ്ഥാപിതമായ പ്രസ്ഥാനമാണ് മരിയ സദനം. കഴിഞ്ഞ 26 വർഷങ്ങൾ കൊണ്ട് ഏകദേശം 10,000-ത്തിലധികം മനോരോഗികളായ ആളുകൾ മരിയ സദനത്തിന്റെ ശുശ്രൂഷയിലൂടെ കടന്നുപോയിട്ടുണ്ട്. നിലവിൽ മരിയ സദനത്തിലും അനുബന്ധ സ്ഥാപനങ്ങളിലുമായി 540-ലേറെ ആളുകൾ വസിക്കുന്നു. ദിനംതോറും സ്ഥാപനത്തിൽ എത്തിച്ചേരുന്ന രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനയാണ് മരിയ സദനം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം. വർത്തമാനകാല വിഷയങ്ങൾ ചർച്ച ചെയ്ത് എടുത്ത തീരുമാനങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളും അനാഥരെയും ഒറ്റപ്പെട്ടവരെയും മാനസിക രോഗികളെയും സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനമുണ്ടാക്കുന്നതുവരെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇതിന് സർക്കാർ നിയമം കൊണ്ടുവരികയും ചെയ്യുക. ജനപ്രതിനിധികൾ നിയമസഭയിൽ ഈ വിഷയത്തെപ്പറ്റി സബ്മിഷൻ അവതരിപ്പിക്കുകയും ചെയ്യുക. ഒക്ടോബർ 10-ന് മരിയ സദനത്തിന് സാമ്പത്തിക സഹകരണം കഴിയുന്നത്ര സുമനസ്സുകളിൽ നിന്ന് സമാഹരിക്കുന്നതിന് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു. ഇടപ്പാടിയിൽ 1/2 ഏക്കറും പൂവരണിയിൽ 1.5 ഏക്കറും സൗജന്യമായ സ്ഥലം ലഭിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനും കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് വഴി 250 ആളുകളെ മാറ്റിപ്പാർപ്പിക്കുവാനും കഴിയും. ഈ ക്യാമ്പയിൻ വഴി സ്വരൂപിക്കുന്ന പണം റെസിപ്റ്റിൽ എഴുതി നൽകുകയും ചെയ്യണം. രസീത് ആവശ്യമുള്ളവർക്ക് മരിയ സദനത്തിന്റെ രസീത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തി നൽകുകയും വേണം. വിദേശ രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിലെ സൗഹൃദ കൂട്ടായ്മകളിലും വാട്സപ്പ് മുഖേനയും ഒക്ടോബർ 10-ന് നടത്തുന്ന ധനസമാഹരണ യജ്ഞം അറിയിക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യണം. പോലീസ് ഉദ്യോഗസ്ഥരുടെയും പൊതുപ്രവർത്തകരുടെയും മറ്റ് ഗവൺമെന്റ് അതോറിറ്റികളുടെയും നേതൃത്വത്തിൽ നിരവധി പേരെയാണ് സ്ഥാപനത്തിൽ എത്തിക്കുന്നത്. തന്മൂലം സ്ഥാപനത്തിൽ പ്രവേശിപ്പിക്കുന്ന ആളുകളുടെ എണ്ണം അനുവദനീയമായതിന്റെ ഇരട്ടിയായി മാറുന്നു. പൊതുജന പങ്കാളിത്തം കൊണ്ടാണ് മരിയ സദനം നിലനിന്നു പോകുന്നത്. സന്മനസ്സുകാരായ ആളുകളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് പ്രസ്ഥാനം നിലനിൽക്കുന്നത്. ആളുകൾ അധികമാകുമ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള സ്ഥലപരിമിതികൾ പ്രധാന വെല്ലുവിളികളായി മാറുന്നു. നിലവിൽ 540-ലധികം ആളുകൾ വസിക്കുന്ന മരിയ സദനത്തിൽ സർക്കാർ ധനസഹായം ലഭിക്കുന്നത് 50 പേർക്ക് മാത്രമാണ്. അതും ഇവരുടെ ചെലവിന്റെ 20% മാത്രം. ബാക്കിയുള്ള തുക സ്ഥാപനം കണ്ടെത്തേണ്ടതുണ്ട്. ഈ തുക പോലും കൃത്യമായി പലപ്പോഴും ലഭിക്കാറുമില്ല. മുമ്പ് പലതവണ എല്ലാവർക്കും സർക്കാർ ധനസഹായത്തിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും പരിഗണിക്കപ്പെട്ടിട്ടില്ല. കേരള സാമൂഹ്യ വകുപ്പിൽ നിന്നും അനുവദനീയമായതിലും കൂടുതലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. എങ്കിലും അതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇല്ലാത്തതുമൂലം ബുദ്ധിമുട്ട് നേരിടുന്നു. ഇങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കുന്ന സർക്കാർ സംവിധാനങ്ങളിൽ പോലും ആളുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു എന്നതിനാൽ ഇവരെ സംരക്ഷിക്കാൻ മറ്റു മാർഗങ്ങളില്ല എന്ന് തന്നെയാണ് സത്യാവസ്ഥ. സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും വൈദികരും അനുഭാവികളും യോഗത്തിൽ പങ്കെടുത്തു. i4u ന്യൂസ്, പാലാ.